ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ ഏത് വ്യക്തിയെ എടുത്താലും ഓരോ പ്രായത്തിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ഇപ്പം നമ്മൾ സ്ത്രീകളുടെ കാര്യം നോക്കുവാണെങ്കിൽ 25 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ജീവിത രീതിയും സ്വപ്നങ്ങളും ചിന്തകളും ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കത്തില്ലല്ലോ 40 വയസ്സുള്ള അല്ലെങ്കിൽ 35-നും 40-നും ഇടയ്ക്കൊക്കെ പ്രായമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. ആക്ച്വലി നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതിയിലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് 35-നും 40-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളുടെ ചില സവിശേഷതകളെക്കുറിച്ച്, അവരുടെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പം സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രായത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ ഒരു പ്രായം സ്ത്രീകളെ സംബന്ധിച്ച് രണ്ടാമത്തെ കൗമാരമാണെന്ന് വേണേൽ പറയാം. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായിട്ട് ആസ്വദിക്കേണ്ട ഒരു പ്രായമാണിത്. അപ്പോൾ ഇവർക്ക് ഓരോ പ്രായത്തിലും അതിൻ്റേതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എനർജി പല രീതിയിലും ഷെയർ ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയമാകുമ്പോൾ എല്ലാത്തിനും ഒരു മച്യൂരിറ്റി വന്നതായിട്ട് തോന്നുന്നുണ്ട്. തന്നെയല്ല, പ്രകൃതിയാൽ തന്നെ ഈ സമയത്ത് ചില മാറ്റങ്ങൾ ശരീരത്തിനും വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഭാഗവും ഒന്ന് പുഷ്ടിപ്പെട്ട് കൂടുതൽ ആകർഷണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രകൃതി കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കുട്ടികൾക്ക് കുറച്ച് പ്രായമൊക്കെ ആയല്ലോ, ഇനി നിങ്ങൾ കുറച്ച് ആസ്വദിക്ക് എന്നാണ് പ്രകൃതി പറയുന്നത്. കാരണം ഈ ഒരു സമയത്തുള്ള ഒരു സ്ത്രീയുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതാണ് 50 വയസ്സിലും 60 വയസ്സിലും അവരുടെ ആരോഗ്യത്തെ, സൗന്ദര്യത്തെ നിർണ്ണയിക്കുന്നത്. അതുപോലെ ഞാൻ ഈ പ്രായം പറഞ്ഞത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരും കേട്ടോ, ഓരോരുത്തരുടെ രീതി അനുസരിച്ച്. എന്ന് വെച്ചാൽ ചിലർക്ക് ഈ 40 എന്നുള്ളത് 45 വരും, ചിലർക്ക് അതിൽ കൂടുതൽ വരും. അതുപോലെ ഇവരെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്, ഗോസിപ്പുകൾ കേൾക്കാൻ ഇഷ്ടമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട. അതുപോലെ തന്നെ എല്ലാ മെത്തേഡുകളും ഇഷ്ടമാണ്, എല്ലാ പൊസിഷനും ഇഷ്ടമാണ്. അതുപോലെ കൂടുതൽ പേർക്കും ഈ സമയത്ത് മുകളിൽ കയറി ചെയ്യുന്ന രീതിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുപോലെ ഈ പ്രായത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഒരു പ്രത്യേക കഴിവുണ്ട്. എന്നുവെച്ചാൽ അവരുടെ ഇഷ്ടങ്ങൾ, ഫാൻറ്റസികൾ എല്ലാം തന്നെ പങ്കാളിയോട് തുറന്നു പറയും. ആദ്യകാലങ്ങളിലൊക്കെയുള്ളൊരു ചമ്മലുണ്ടല്ലോ ചില കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട്, അതൊന്നും ഈ സമയത്തില്ല. അതുപോലെ തന്നെ പങ്കാളിയായിട്ടാണ് സംതൃപ്തമായിട്ടിത് ചെയ്യുന്നെങ്കിൽ അവർ തമ്മിലൊരു ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടാകുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു കാര്യത്തിന് അവരതിൻ്റേതായിട്ടുള്ള വാല്യൂ കൊടുക്കുന്നുണ്ട്. എന്ന് കരുതി എല്ലാവർക്കും ഈ കാര്യത്തിൽ തന്നെ ആകണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഓരോരുത്തരും സന്തോഷം കണ്ടെത്തുന്ന ഓരോ കാര്യത്തിലാണ്. ഒരുപക്ഷെ ഇതെല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല. അവരെ സംബന്ധിച്ച് ഈ ഊർജ്ജത്തെ ഡൈവേർട്ട് ചെയ്ത് മറ്റു പല ഊർജ്ജങ്ങളാക്കി മാറ്റുന്നവരുണ്ട്. ചിലർക്കാണെങ്കിൽ തിന്നുകയും തീറ്റിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്, നല്ല വിശപ്പുള്ളവരെ സംബന്ധിച്ച്. യഥാർത്ഥത്തിൽ ഇതിനകത്തൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ആ ഒരു പ്രക്രിയയ്ക്കകത്ത് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ വേണ്ടെന്ന് വെക്കുന്നവരുണ്ട്. ഒന്നുകിൽ നമ്മൾ സാഹചര്യത്തെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ പങ്കാളിയെ കുറ്റം പറയുന്നു. അതുമല്ലെങ്കിൽ എപ്പോഴൊക്കെയോ ഇതിനോടുള്ള മനോഭാവം നെഗറ്റീവായിട്ട് മാറി. ചിലർ പറയും പങ്കാളിയായിട്ട് ഇത് ശരിയാകുന്നില്ല, അതുകൊണ്ട് ഞാനിത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല, ഇടയ്ക്കൊക്കെ സ്വയം ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം നമ്മൾ ഈ ഒരു കാര്യത്തിന് പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയെ ആശ്രയിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ, ഈവൻ പങ്കാളിയാണെങ്കിൽ പോലും ഒരു തടസ്സം വന്നാൽ പിന്നീട് നമുക്കത് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മുടേതായ ഫാൻറ്റസി ഉണ്ടല്ലോ, അത് വെച്ച് സ്വയം ചെയ്യണം വല്ലപ്പോഴുമൊക്കെ. കാരണം ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ ഈ ഒരു ഏജ് ഗ്രൂപ്പുള്ള സ്ത്രീകളോട് മിക്കവാറും പുരുഷന്മാർക്കുള്ള മനോഭാവവും വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ കുറച്ച് സൗഹൃദം കൂടുതലായിട്ട് പുരുഷന്മാരോട് കാണിച്ചു കഴിഞ്ഞാൽ അത് മറ്റെന്തിനോ വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതിനകത്ത് പുരുഷൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളെ സംബന്ധിച്ച് എത്ര ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതിനെ നിയന്ത്രിക്കാനുള്ളൊരു പവർ അല്ലെങ്കിൽ ഒരു കഴിവ് സ്ത്രീകൾക്കുണ്ട്. പ്രത്യേകിച്ചും ഈ രീതിയിലുള്ള ആഗ്രഹങ്ങൾ അത് 1 മണിക്കൂറത്തേക്കോ 1 ദിവസത്തേക്കോ ഒന്നുമല്ല, അവർ വിചാരിക്കുന്ന അത്ര നാൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത് പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ. ഈ ഒരു കാര്യത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതാണ്.
എന്നാൽ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ പല പുരുഷന്മാരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവർക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല, വലിയ ഇഷ്ടങ്ങളൊന്നുമില്ല, ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഇതിനെക്കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ല. ആ രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അവർക്കുള്ളതുപോലുള്ള എല്ലാ ആഗ്രഹങ്ങളും സ്ത്രീക്കുമുണ്ട്. പലരും അത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ എത്ര ചൂട് സമയമാണെങ്കിലും ചിലപ്പോൾ ഐസ്ക്രീം വേണോ എന്ന് ചോദിച്ചാൽ അവർ വേണ്ടെന്ന് പറയും. എന്നാൽ എടുത്തു കൊടുത്താൽ നന്നായിട്ട് ആസ്വദിച്ച് തിന്നുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ വിശപ്പും ദാഹവും ഒക്കെ തോന്നുന്ന സമയമായത്. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഇതിനകത്ത് പ്രായം അത്ര വലിയ മാനദണ്ഡമൊന്നും അല്ല. എന്നാലും ചില സമയങ്ങളിൽ ചില എനർജികൾ കൂടുതലായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരുമല്ലോ, അതിനുള്ള ചാൻസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ. അതുപോലെ ഈ രീതിയിലുള്ള ആകർഷണം കൂടുതലായിട്ട് തോന്നുന്ന ഒരു സമയമായത്. അതുകൊണ്ട് തന്നെ ചിലർക്ക് പുരുഷനോട് ശക്തമായ സൗഹൃദം സ്ഥാപിക്കാൻ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇവരുടെ ഫിസിക്കൽ ബോഡി ചില കാര്യങ്ങൾ ശക്തമായി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ആഗ്രഹങ്ങളും ഈ ഒരു സമയത്ത് കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും ഈ ഒരു കാര്യത്തിൽ പൂർണ്ണമായൊരു സംതൃപ്തിയാണ് അവരാഗ്രഹിക്കുന്നത്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അവരെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഫാമിലിയുടെ പേരും പറഞ്ഞ് ഇത് പൂർണ്ണമായും വേണ്ടെന്ന് വെക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ പല കാരണത്താൽ അനാവശ്യമായി ഉത്കണ്ഠ അനുഭവിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ചിന്തകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ അവർ വിചാരിക്കുന്ന അങ്ങനല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നെഗറ്റീവ്, അവർ ചിന്തിക്കുന്നതൊക്കെ പോസിറ്റീവാണെന്നാണ്. എന്നാൽ നമ്മൾ ആര് പറയുന്നതും കേൾക്കണ്ട, നമ്മുടെ ശരീരത്തെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ സമയത്ത് പ്രകൃതി നമുക്ക് കൂടുതലായിട്ട് പല കാര്യങ്ങളും തരുന്നുണ്ട്. എന്തിനു വേണ്ടിയത്? ഇതിനകത്ത് പ്രകൃതിയുടെ ചില നിയമങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ മനസ്സിനെ ഒരു പ്രത്യേക പാറ്റേണിൽ ഒരുക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമായത്. എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ, റിച്ച് ബിക്കംസ് റിച്ച്, പുവർ ബിക്കംസ് പുവർ, വീക്ക് ബിക്കംസ് വീക്ക്. ഒരു തെങ്ങ് എങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നു അങ്ങോട്ടേ വീഴത്തുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇത് മാത്രമേ തുടർന്ന് മുന്നോട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള റിസൾട്ടേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ടെൻഷൻ ഉത്കണ്ഠയാണ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ അത് ഏത് കാരണത്താലാണെങ്കിലും നമ്മൾ അറിയാതെ ഒരു രോഗിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പം അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ സുഖം കൂടെ മറക്കരുത്. എന്ന് വെച്ചാൽ ശരീരത്തിന് ഓരോ സമയങ്ങളിലും ഓരോ ആവശ്യകതയുണ്ട്, അത് മറക്കരുത്. കാരണം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം, ജോലി, പ്രണയം, വിവാഹം, അതുപോലെ തന്നെ കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ പല രീതിയിലും നമ്മളെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സമയം നമുക്ക് കുറച്ച് അതിനകത്തൊരു റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തെക്കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.